ദൈവവിളി അനുസരിച്ച് ദൗത്യ നിർവഹണത്തിന് ഇറങ്ങിയ അപ്പോസ്തലന്മാർ എത്ര അത്ഭുതകരമായിട്ട് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും സുവിശേഷ ഘോഷണം നടത്തിയത്. ഇന്നത്തെ പോലെ യാത്രാ സൗകര്യങ്ങളോ ഭാഷാ നൈപുണ്യമോ ലോകപരിചയമോ ഇല്ലാതിരുന്നിട്ടും മകത്വകരമായുള്ള സുവിശേഷ വരെ ചെയ്യുവാൻ ലോകം മുഴുവൻ സഞ്ചരിക്കുവാനും അവർക്ക് കഴിഞ്ഞു. ഒരുപക്ഷെ ഒരു സുവിശേഷകനായ ഞാൻ മാറുന്ന ലോകത്ത് ഒരു യഥാർത്ഥ സുവിശേഷകനായിരിക്കുന്നത് പരാജയപ്പെട്ടു. സമൂഹത്തിൽ ബലഹീനരെ മാത്രം തിരഞ്ഞുപിടിച്ച് സുവിശേഷം പറയുകയും അങ്ങനെയുള്ളത് മാത്രം ശ്രേഷ്ഠ കേന്ദ്രീകരിച്ച് ഒരു വശത്തെ അറിഞ്ഞോ അറിയാതെയോ ഞാൻ അവഗണിച്ചു അല്ലെങ്കിൽ മറന്നു കളഞ്ഞു. അതിന്റെ ഒരു കുറ്റബോധം എനിക്കുണ്ട്. ഈ കാര്യങ്ങളെ കുറിച്ച് എനിക്ക് വലിയ അറിവോ പരിജ്ഞാനമോ ഇല്ല. എനിക്കിതിനെ കുറിച്ച് ഒരു അഭിപ്രായം പറയാനും അറിയില്ല. നിങ്ങൾ അറിഞ്ഞോ, ഇന്ന് സുവിശേഷ ശശികുമാർ എന്നെ കാണാനായി ഞങ്ങളുടെ ആശുപത്രിയിൽ വന്നിരുന്നു. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ ആർക്കും അത്ര മതിപ്പില്ല. ചെയ്യുന്ന കാര്യങ്ങൾ ഉത്തരവാദിത്തോടെ ചെയ്യുവാനോ മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് ചെയ്യുവാനോ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. എന്റെ ഇത്രയും നാളത്തെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുകയാണെങ്കിൽ വീടുകൾ തോറുള്ള പ്രാർത്ഥന, ഞായറാഴ്ചകളിലെ പ്രസംഗം എല്ലാം ഒന്ന് വിലയിരുത്തി നോക്കുകയാണെങ്കിൽ ഞാനൊരു തട്ടിപ്പുകാരനാണോ എന്ന ഒരു ചിന്ത എന്നെ വല്ലാതെ അലക്കുന്നു. നിങ്ങൾ ശരിക്കും വിശ്വസിക്കുന്നുണ്ടോ? സുവിശേഷ വേല ആത്മാർത്ഥമായി ചെയ്യുകയാണെങ്കിൽ മനുഷ്യർ മാനസാന്തരപ്പെടുക തന്നെ ചെയ്യും. ആളുകൾ മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ എന്റെ പ്രവർത്തനങ്ങൾ ശരിയില്ലയോ? അതോ എന്റെ പ്രവർത്തനങ്ങൾ ഇനിയും മെച്ചപ്പെടുത്തണമോ? എന്റെ പ്രാർത്ഥന ശരിയില്ലയോ? എന്താണ് എനിക്ക് വന്നതായിട്ടുള്ള കുഴപ്പം? സമൂഹത്തിൽ വിലയും നിലയുമുള്ള ഒരാളോട് സുവിശേഷം പറയുമ്പോൾ എന്റെ ഉള്ളിൽ നിന്നൊരു ഭയം എന്നെ വല്ലാതെ അലട്ടുന്നു. ഞാൻ സുവിശേഷം പറയുന്നതായിട്ടുള്ള വ്യക്തി എന്നെ അംഗീകരിക്കുമോ, എന്നോട് തർക്കിക്കുമോ എന്നുള്ളൊരു ഭയം കാരണം ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഞാൻ മനഃപൂർവ്വം ഒഴിവാക്കാനാണ് ശ്രമിക്കുന്നത്. പ്രാവിനെ പോലെ നിഷ്കളങ്കരും പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരുമായിരിക്കണമെന്ന് ദൈവവചനം നിങ്ങൾ മറന്നുപോയോ? ആ നാഴികയിൽ എന്തു പറയണമെന്ന് നിങ്ങൾ ചിന്തിച്ച് വിഷമിക്കേണ്ട. പറയേണ്ടത് പരിശുദ്ധാത്മാവ് ആ നാഴികയിൽ തന്നെ നിങ്ങളെ പഠിപ്പിക്കും എന്ന് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ടല്ലോ. അച്ഛാ, എന്തോ വലിയ ചൂട് പിടിച്ച ചർച്ചയിലാണെന്ന് തോന്നുന്നല്ലോ. എന്താ കാര്യം? ബിന്ദു, ചായ? എനിക്ക് ചായ ഒന്നും വേണ്ട, ചൂടുവെള്ളം കൊടുത്താൽ മതി. ശരി. സുവിശേഷ വേല ഒരു പ്രയാസകരമായ കാര്യമാണല്ലേ? സുവിശേഷ വേലയുടെ പാളിച്ചകളെ കുറിച്ച് ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കും അങ്ങനെ തന്നെ തോന്നിയിട്ടുണ്ട്. ഞാൻ ചെറുപ്പമായിരുന്നപ്പോൾ ദൗത്യമെന്നാൽ മദർ തെരേസയെ പോലെയോ ബില്ലി ഗ്രഹാമിനെ പോലോ ആകണമെന്നാണ് കരുതിയിരുന്നത്. അതിന് കുറഞ്ഞതെല്ലാം ഒരു പരാജയമാണെന്ന് ചിന്തിച്ചത്. എന്നാൽ ഒരു വലിയ സത്യം ഞാൻ പഠിച്ചു. ഗ്രീക്കിൽ അപ്പോസ്തലോസ് എന്ന പദത്തിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അച്ഛാ, ഇതെനിക്കറിയാം. കൊമ്പാനി ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇതിനെ കുറിച്ച് ക്ലാസ് എടുത്തുന്ന എനിക്കറിയാം. ഐക്യപ്പെട്ടവൻ എന്നല്ലേ അതിന്റെ അർത്ഥം? കൃത്യമായ ഉത്തരം. ഐക്യപ്പെട്ടവർ എന്നത് അധികാരത്തിന്റെയോ മഹത്വത്തിന്റെയോ സ്ഥാനപ്പേരല്ല. അത് ചലനത്തിന്റെയും നിയോഗത്തിന്റെയും പേരാണ്. നമുക്ക് എല്ലാവർക്കും ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം, നാം എല്ലാവരും ഐക്യപ്പെട്ടവരാണെന്ന്. ഐക്യപ്പെട്ടവർ ആയതുകൊണ്ട് നമ്മൾ എവിടെയാണോ അവിടെ എങ്ങനെ നമ്മൾ ജീവിക്കുന്നു എന്നതാണ് പ്രധാനം. മാറിവരുന്ന ലോക സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റമില്ലാത്ത യേശുവിന്റെ സുവിശേഷം എങ്ങനെ നടത്തണം എന്ന് നമ്മൾ പഠിക്കണം. മാറ്റം അതെവിടെയാണ് വേണ്ടത്? ശുശ്രൂഷയിലോ അതോ ജീവിതത്തിലോ? ആദ്യം നമ്മുടെ സ്വന്തം ജീവിതമാണ് മാറ്റപ്പെടേണ്ടത്. അതിനോടൊപ്പം തന്നെ പ്രവർത്തന ശൈലിയും. കല്യാണി, എടീ കല്യാണി, എടീ വാതിൽ തുറക്കണേ കല്യാണി. അപ്പ വന്നു, പോയി വാനം തുറക്ക.
നേരം വെളുക്കുമ്പോ മുതൽ വൈകുന്നേരം കിടക്കുന്നതിന് വരെ മൊബൈലിൽ ഗെയിം കളിച്ചോണ്ട് അങ്ങ് ഇരുന്നോളൂ. പഠിക്കുകയും വേണ്ട, ജോലിക്കും പോകണ്ട. എന്തോടുക്കുമായിരുന്നേ ഇത്രയും നേരം? ഇത്ര നേരം കിടന്ന് വെളിയിൽ കിടന്ന് ഞാൻ വിളിച്ചു. ഇങ്ങനൊക്കെ മൊബൈൽ മേടിച്ചു കൊടുത്ത ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. എടി നിന്നോട് അന്നേ പറഞ്ഞതാ പഠിക്കുന്ന ചെറുക്കന് മൊബൈൽ മേടിച്ചു കൊടുക്കണ്ടെന്ന്. പൈസ ഇല്ലാഞ്ഞ സമയത്ത് പലിശക്ക് പണം എടുത്ത് മൊബൈൽ മേടിച്ചു കൊടുത്തതാ. മൊബൈലില്ലേ ഇപ്പൊ നീ അനുഭവിച്ചോ? എല്ലാരും ഇനി എന്റെ മെക്കിട്ട് കേറ്. ആദ്യം അപ്പന്റെ വെള്ളമായിട്ട് നിർത്ത്, എന്നാലേ കുടുംബം നന്നാവുള്ളൂ. എന്താ 3 പേര് മൂഡ് ഓഫ് ആയിരിക്കുമല്ലോ, എന്നാ പറ്റി? ഓ, എന്നെ പറയാനാ സാറേ, ഇവനെയും കൊണ്ട് ഈ കുടുംബത്തിന് ഒരു പ്രയോജനമില്ല. എപ്പോഴും മൊബൈൽ, ഒരു വക പഠിക്കത്തില്ല. ഓ, ഞാൻ മാത്രമാണ് വീട്ടിൽ മൊബൈലിൽ കളിക്കുന്നത്. അമ്മയാണെങ്കിൽ സീരിയലും റീൽസും കണ്ടുകൊണ്ടിരിക്കുന്നത് കുഴപ്പമൊന്നുമില്ലേ? അപ്പനാണെങ്കിൽ രാവിലെ ഗുഡ് മോർണിംഗും ഗുഡ് നൈറ്റും ആൾക്കാർക്കെല്ലാം അയച്ച് വെറുപ്പിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലേ? എന്നെ പറയാനാ, ഇങ്ങേരുടെ ഒരു കുടിയാ ഇതിനെല്ലാം കാരണം. ഇങ്ങേർക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല. വീട് സ്ഥലവും പണയത്തില്ല. എപ്പോഴാ ജപ്തി വരുന്നതെന്ന് അറിയത്തില്ല. ഞാനാ വീട്ടിലത്തെ എല്ലാ പ്രശ്നത്തിനും കാരണമല്ലേ? ഞാൻ എവിടെയെങ്കിലും അങ്ങ് പോയി തരാം, അപ്പൊ നിങ്ങൾക്കെല്ലാം സമാധാനം ആവുമല്ലോ. മോനെ അങ്ങനെ പോലെ ഇരിക്കാം, നമുക്ക് സംസാരിക്കാം, കാര്യങ്ങളൊക്കെ ഇരിക്കില്ലേ, ഞാൻ സംസാരിക്കാം. അങ്ങനെ വഴക്കൊന്നും ഉണ്ടാക്കി പോവല്ലേ, നമ്മളൊരു കുടുംബമായിട്ട് ജീവിക്കുന്നതല്ലേ, നോക്കാം ബാ. ജീവിതം എന്ന് പറയുന്നത് മൊബൈലിൽ ഗെയിം കളിച്ച് തീർക്കേണ്ടതല്ല. അതുപോലെ തന്നെ റീൽസിൽ കാണുന്നതല്ല യഥാർത്ഥ ജീവിതം വേറെയാണ്. മദ്യപാനം ചെയ്ത് മദ്യപിച്ച് നമ്മുടെ ജീവിതം നശിപ്പിക്കരുത്. നമ്മളും നമ്മുടെ കുടുംബമൊക്കെ സന്തോഷമായിട്ട് ജീവിക്കണമെങ്കിൽ ഈ മദ്യപാനത്തിലൊന്നും ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കണം. മനസ്സിലായോ? മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് മാതൃകയുള്ളവരായിരിക്കും. നമുക്കൊരു കൊച്ചു ജീവിതമേ വേണ്ടൂ. അത് വഴക്കടിച്ചും പരാതി പറഞ്ഞ് തീർക്കാനുള്ളതല്ല. ജീവിതം ആസ്വദിക്കണം. ഒരു കുടുംബം നന്നായിട്ട് പോകണമെങ്കിൽ എല്ലാവരും അധ്വാനിക്കണം, എല്ലാവരും ജോലി ചെയ്യണം. അതുപോലെ തന്നെ പഠിക്കേണ്ട സമയത്ത് പഠിക്കണം. ഇപ്പോൾ പഠിച്ചില്ലെങ്കിൽ നമുക്ക് പിന്നെ ഈ അവസരം കിട്ടാതെ വരും. അതുകൊണ്ട് പഠിക്കേണ്ടവർ പഠിക്കുക, ജോലി ചെയ്യേണ്ടവർ ജോലി ചെയ്യുക, കുടുംബം നല്ലതായിട്ട് പോവുക, ദൈവത്തെ അംഗീകരിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക, ലോകരക്ഷിതാവായ ക്രിസ്തുവിനെ നമ്മൾ അംഗീകരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. എല്ലാ ദിവസവും ബൈബിൾ വായിക്കണം. അങ്ങനെ നല്ലൊരു ജീവിതം നയിച്ചാലേ നമ്മുടെ കുടുംബം നന്നായിട്ട് പോകത്തുള്ളൂ. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ നമുക്കൊരു കൗൺസിലറിനെ കാണാം. കൗൺസിലറിനെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം നമ്മളെ കൗൺസിലിംഗ് ചെയ്യും. മോൻ്റെ പഠിത്തവും ശരിയാവും, നിങ്ങളുടെ മദ്യപാനത്തിന്റെ കാര്യങ്ങളെല്ലാം വിടാനായിട്ട് നിങ്ങൾക്ക് പറ്റും, നിങ്ങളുടെ കാര്യങ്ങളും കുടുംബത്തിന്റെ സമാധാനം സന്തോഷം എല്ലാം ആവും. നിങ്ങൾ സമ്മതമാണെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ പോയി കണ്ടേച്ച് വരാം. ഓക്കെ. ജീവിതത്തിൽ വളരെ നിരാശയിലൂടെ കഴിക്കുന്ന ഒരു കുടുംബമായിരുന്നു ഞങ്ങളുടെ. എന്നാൽ ഇന്നിവിടെ വരുവാനും ഇവിടെ പ്രിയ സാറിനോട് കേട്ടതായുള്ള വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ രൂപാന്തരത്തിലെ സന്തോഷത്തിലേക്ക് നയിക്കുവാനായിട്ട് സാധിച്ചു. വളരെ സന്തോഷത്തോടുകൂടി ഞങ്ങൾ മുൻപോട്ട് ജീവിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഹായ്, സുഖമാണോ സാറേ? ആകെ ടെൻഷനാ സാറേ. ടെൻഷനോ? കഴിഞ്ഞ ദിവസം ഈ മൊബൈലിൽ നിന്ന് എന്റെ അക്കൗണ്ടിൽ നിന്ന് കുറെ പൈസ കിട്ടി. എങ്ങനെയാണെന്ന് എനിക്കറിയാൻ മേല. ഏതോ ഒരു ലിങ്ക് വന്ന് ഞാൻ ഞെക്കി, അത്ര എനിക്കറിയത്തുള്ളൂ. ആ പൈസ പോയത് എങ്ങനെയാണെന്ന് എനിക്കൊന്നും അറിയാൻ മേല. നിങ്ങൾക്ക് അതിനെ കുറിച്ച് ನನಗೆ ಗೊತ್ತು, ಕೆವಿನ್ ಹುಡುಗ ಗೊತ್ತು, ಅವನು ಯಾವಾಗ್ಲೂ ಮೊಬೈಲ್ ಅಲ್ಲೇ ಇರ್ತಾನೆ. ಹೋಗೋಣ? ഓ, എന്നാ പിന്നെ അവന്റെ അടുത്തോട്ട് നമുക്ക് ಬನ್ನಿ ಹೋಗೋಣ. ಹೋಗೋ, ಇಲ್ಲೇ ಇದಾರೆ, ಬನ್ನಿ ಹೋಗೋಣ.
ಕೇಳೋಣ. ಇವ್ರಾಣೋ? ಹಾ ಈಗ ನೋಡಿ ಇಲ್ಲೇ ಕೂತಿದ್ದಾನೆ, ಯಾವಾಗ್ಲೂ ಇದೇ ಕೆಲಸ ಅವ್ರದ್ದು. വിളിക്കാവനെ. മോനെ കെവിനെ, മോനെ കെവിനെ, എന്ത് വേണം? മോനെ, കഴിഞ്ഞ ദിവസം എന്റെ മൊബൈലിൽ നിന്ന് കുറച്ച് പൈസ പോയി. അത് ആര് കൊണ്ടുപോയെന്നോ എങ്ങോട്ട് കൊണ്ടുപോയെന്നോ ഒന്നും അറിയാൻ മേല. ഇത് നിനക്ക് വല്ലതും മനസ്സിലാവോടാ? ಏನಪ್ಪಳ ಇವರು ನೋಡು, ಎಷ್ಟು ಕೇಳಿದ್ರು ಕೂಡ ಅವ್ರ ಪಾಡ್ಗೆ ಅವ್ರು ಆಡ್ತಾ ಇದ್ದಾರೆ. ഇന്നത്തെ ജനറേഷന്റെ ഒരു പ്രശ്നം ഇതാ സാറേ, അവരെ ഒന്നിനും കൊള്ളത്തില്ല. അവര് ചിന്തിക്കുന്നത് നമ്മളെല്ലാം വെറും പഴഞ്ചനാണെന്ന് അവരുടെയൊക്കെ ചിന്ത. എടാ മോനെ, എടാ മതിയടാ, ഇത് എന്തുവാടാ? എന്റെ കഷ്ടം കൂടെ പോക്കടാ. മോനെ, എന്റെ ഈ മൊബൈലിൽ നിന്ന് കുറച്ച് പൈസ പോയി. അത് എവിടെ പോയെന്നോ എങ്ങനെ പോയെന്നോ എനിക്ക് അറിയത്തില്ല. അക്കൗണ്ടിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നു, ഇപ്പൊ അത് കാണുന്നില്ല. ഒരുപാട് പൈസ വല്ലതും പോയോ? പൈസ കുറച്ച് പോയി മോനെ. അത് എപ്പോ സംഭവിച്ചതാ? ഇന്നലെ രാത്രിയിലും പോയി, ഇപ്പൊ രാവിലെ കുറെ പൈസ പോയി. ആണോ? ഞാൻ നോക്കട്ടെ. അങ്ങളെ ഇത് ഈ ഇടയ്ക്കായിട്ട് വാട്സാപ്പിൽ അവിടെ ലിങ്കോ അങ്ങനെ എന്തെങ്കിലും കഴിഞ്ഞ ദിവസം ഒരു ലിങ്ക് വന്നായിരുന്നു, ഞാൻ അതിലിങ്ങനെ ടച്ച് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവിച്ചത്. ഇനി ഇതെന്താ ചെയ്യേണ്ട മോനെ? ഇനി ഇത് പൈസ കിട്ടുമെന്ന് അറിയത്തില്ല, പക്ഷെ എന്നാലും മങ്ങൾ ഈ സൈബർ സെന്ററിൽ പോയിട്ട് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്താൽ മതി. അതിന് എവിടാ സാറേ, എവിടാ സഹോദരൻ ഇനി അത്? ഇവർക്ക് ಗೊತ್ತದು. ആങ്ങളെ ഞാൻ ഇതിപ്പോ ശരിയാക്കിയിട്ടുണ്ട്. ഇനി മുമ്പോട്ട് ഇങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിട്ട് ഇവരിങ്ങനെ അങ്ങനെ അല്ലാതെ ലിങ്കോ അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ ഞങ്ങളെ തൊടാനും പോണ്ട, ആർക്കും ഷെയർ ചെയ്യാനും പോണ്ട. മനസ്സിലായോ? അന്നേരം അതങ്ങ് ഡിലീറ്റ് ചെയ്യുവോ ഒന്നും കാണാൻ ഒന്നും ചെയ്യാറുമായിരുന്നാ മോനെ, ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാടാ? ഇതൊക്കെ നിനക്ക് എങ്ങനെ അറിയാം നിങ്ങളെ ഇത്? ಅವ್ರಿಗೆ 24 ಗಂಟೆ ಫೋನು. ತುಂಬಾ താങ്ക്സ് അപ്പാ. അങ്കിൾ, ഞങ്ങൾ ന്യൂജൻ പിള്ളേരാണ്, പുതിയ തലമുറയുടെ പിള്ളേരാണ്. ഡിജിറ്റൽ യുഗത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങൾക്ക് അറിയാത്തതായിട്ട് ഒന്നുമില്ല. കേരളത്തിന്റെ ഇങ്ങേയറ്റത്ത് നിന്ന് ലോകത്തിന്റെ അങ്ങേയറ്റം വരെ നടക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾക്കറിയാം. റീൽസും വെബ് സീരീസും കണ്ടാണ് ഞങ്ങൾ വളർന്നത്. പിന്നെ ഞങ്ങൾക്ക് അറിഞ്ഞൂടാത്തതായിട്ട് ഒന്നുമില്ല ഈ ലോകത്ത്. ಅದಕ್ಕೆ ನಾನು ಇವ್ರ ಹತ್ರ ಕರ್ಕೊಂಡ್ ಬಂದಿದ್ದೆ. മോനെ, എന്തായാലും ഫോൺ ശരിയാക്കി തന്നു. നിങ്ങളെ രണ്ടിനെ ഇപ്പൊ പള്ളിയിലോട്ടൊന്നും കാണുന്നില്ലല്ലോ. നമ്മളെ പള്ളിയിലൊക്കെ വല്ലപ്പോഴൊക്കെ വരണം. യേശുവിനെ ഞങ്ങൾക്ക് ഇഷ്ടമാണ്, ലോകരക്ഷിതാവാണെന്നും അറിയാം. അത് ഞങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പം നടക്കുന്ന ആരാധന രീതിയും പ്രസംഗവും ഒക്കെ ഞങ്ങൾക്ക് പോരാ. പള്ളി വരുന്നതേ മടുപ്പ. ಅಂಕಲ್, ಚರ್ಚಲ್ಲಿ ಹೇಳುವಂತ ಪ್ರಸಂಗಗಳು, ಕಥೆಗಳು ನಮಗೆಲ್ಲ ಬೋರ್ ಆಗುತ್ತದೆ. ಅದೇ ಕಥೆಗಳು, ಅದೇ ಪ್ರಸಂಗಗಳು ಕೇಳಿ ಕೇಳಿ ನಮ್ಗೆ ಬೋರ್ ಹೋಗುತ್ತೆ. സ്വർഗവും ഇല്ല, നരകവും ഇല്ല. ഇപ്പോഴത്തെ ജീവിതം അതങ്ങ് അടിച്ചു പൊളിച്ച് ജീവിക്കണം. പിന്നെ ഞങ്ങളെ ആരും ഉപദേശിക്കുന്നത് ഞങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമൊന്നുമല്ല. ഞങ്ങളെ വഴിക്ക് അങ്ങ് വിട്ടേരും. കെവിനെ, നിങ്ങൾ കളിക്കുന്ന ഗെയിമും വെബ് സീരീസും റീൽസും ഒന്നും അല്ല യഥാർത്ഥ ജീവിതം. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. മോനെ, വെള്ളത്തിൽ ഇറങ്ങുന്നവർക്ക് അതിന്റെ ആഴം എന്താണെന്ന് മനസ്സിലാവത്തുള്ളൂ. ഇതൊന്നും അല്ല നിങ്ങളുടെ ജീവിതം. ഓ, തുടങ്ങി ഉപദേശം. എന്നീ ഉപദേശം നിർത്തുവോ അന്ന് ഈ നാട് നന്നാവും. ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ ചെവിട്ടത്തൊരാൾ അടിച്ചാൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? എനിക്ക് വേദനയ്ക്കും. വേദന ഉണ്ടെന്നുള്ള കാര്യം നീ പറഞ്ഞത് സത്യമാണ് മോനെ. പക്ഷെ അത് നമുക്ക് കാണാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് യേശു കർത്താവ്. കർത്താവ് എന്നത് ഒരു സത്യമാണ്. സ്വർഗവും നരകവും അതും സത്യമാണ്. അതാണ് നമ്മുടെ അടിസ്ഥാന വിശ്വാസം. ബിഷപ്പ്നವ್ರು ಬರ್ತಾ ಇದಾರಲ್ಲ. കറക്റ്റ് മോനെ. അടുത്ത ഞായറാഴ്ച ചെന്നൈയിൽ നിന്ന് നമ്മുടെ ബിഷപ്പ് വരുന്നുണ്ട് നമ്മുടെ പള്ളിയിൽ. അന്നത്തെ പ്രോഗ്രാം ഒക്കെ ലൈവ് ടെലികാസ്റ്റ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ മൊബൈലും ഇന്റർനെറ്റും കാര്യങ്ങളൊക്കെ അറിയാലോ. എന്നാ പിന്നെ ഈ ആഴ്ച ആ പ്രോഗ്രാം നിങ്ങൾക്ക് അങ്ങ് ചെയ്യാൻ പറ്റുമോ? ಓಕೆ ಅಂಕಲ್, ನಾವಿಬ್ರು ನೆಕ್ಸ್ಟ್ ಸಂಡೇ ಇಂದ ತಪ್ಪದಿರ ಚರ್ಚಿಗೆ ಬರ್ತೀವಿ. ഓക്കെ 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 ഓക്കെ. ദൈവം നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ മക്കൾ. പ്രിയരെ, ഇന്ന് നമ്മൾ കണ്ട കല്യാണിയുടെ വീട്, കെവിന്റെ ജീവിതം കേവലം 2 ഉദാഹരണങ്ങൾ മാത്രമാണ്. ഇങ്ങനെയുള്ള അനേകം സാധ്യതകൾ നമ്മുടെ ശുശ്രൂഷ മേഖലകളിലുണ്ട്. അത് മനസ്സിലാക്കി സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. പുനർനിർവചിക്കപ്പെട്ട ദൗത്യം ഞാൻ എന്ത് പറയുന്നു എന്നതിലല്ല, ഞാൻ എങ്ങനെ ജീവിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ഫലത്തിന്റെ ഭാരം ഒഴിവാക്കുക,
ചെറിയ കാര്യങ്ങളെ ആഘോഷിക്കുക. ആധികാരികതയ്ക്ക് മുൻഗണന നൽകുക. വിജയം ഇനി സ്നാനത്തിലൂടെ അല്ല അളക്കുന്നത്, മറിച്ച് കൂടുതൽ ആഴത്തിലുള്ള മനസ്സിലാക്കലുകളിലൂടെയോ അർത്ഥവത്തായ ഒരു സംഭാഷണത്തിലൂടെയോ അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഒരാൾക്ക് വേണ്ടി നിലനിൽക്കുന്നതിലൂടെയോ ആണ്. കൊയ്ത്ത് കാലത്തെക്കുറിച്ച് ആകുലപ്പെടാതെ വിത്ത് നടുകയും അതിന് വെള്ളവും വളവും നൽകുകയും ചെയ്യുക എന്നതാണ് പുതിയ കർത്തവ്യം. അഭിനയം നിർത്തി പകരം ആത്മാർത്ഥതയുള്ള വ്യക്തിയായി മാറുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ഇന്നിന്റെ ആവശ്യമാണ്. സ്നേഹപൂർവം, കോളാർ മിഷൻ, കർണാടക.